Next, a very important question. Energy stored in an inductor. ഒരു ഇൻഡക്ടറിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജി ആണ് പറയാൻ പോകുന്നത്. ഓക്കെ, നമുക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ചാപ്റ്റർ 2-ൽ എന്താണ് പറഞ്ഞത്, എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്റർ പഠിച്ചു. അതുപോലെ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന ക്വസ്റ്റ്യനാണ് എനർജി സ്റ്റോർഡ് ഇൻ ഇൻഡക്ടർ. ഇൻഡക്ടർ എന്ന് പറഞ്ഞാൽ കോയിൽ. ഇപ്പോൾ കോയിലിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജിയാണ് പറയാൻ പോകുന്നത്. അപ്പം നമ്മൾ ഈ രണ്ട് ക്വസ്റ്റ്യൻ സൂക്ഷിച്ചോണം. ഫൈനൽ എക്സാമിന് എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്ററോ എനർജി സ്റ്റോർഡ് ഇൻ ഇൻഡക്ടറോ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പം 3 മാർക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. അപ്പം നല്ലൊരു ക്വസ്റ്റ്യൻ, ഒരു പ്രയാസമില്ല. നോക്കൂ, നമ്മുടെ ഇവിടെ ഒരു കോയിലുണ്ട്. ഈ കോയിലിൽ കൂടെ നമ്മളൊരു കറണ്ട് കയറ്റി വിടുന്നു. ഓക്കെ, കോയിലിൽ കൂടെ കറണ്ട് കയറ്റി വിടുന്ന സമയത്ത് നിങ്ങൾ തന്നെ പറയൂ, ഈ കോയിലിൽ കൂടെ ആദ്യം കറണ്ടൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ 0 ആയിരുന്നു കറണ്ട്. ഇപ്പോൾ കറണ്ട് വന്നു. അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് അപ്പോൾ ഇതിൻ്റെ ഒരു മാഗ്നറ്റിക് ഫീൽഡൊക്കെ ഇപ്പോൾ ഉണ്ടാവും. മാഗ്നറ്റിക് ഫ്ലക്സ് linked with the coil changes from 0 to maximum ആണല്ലോ. സോ ഈ കോയിൽ ഒരു EMF ഉണ്ടാവും. ഈ EMFനെ നമ്മൾ ബാക്ക് EMF എന്നാണ് വിളിക്കുന്നത്. It opposes the growth of current in it. It opposes the decay of current in it. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇപ്പം നമ്മൾ ഇതിൽ കൂടെ ഒരു കറണ്ട് കയറ്റി വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്തുണ്ടായ ഈ ബാക്ക് EMF ഈ കറണ്ട് ഗ്രോ ചെയ്യുന്നതിനെ ഒപ്പോസ് ചെയ്യും അല്ലേ. എനിക്കാണെങ്കിൽ ഇതിൽ കൂടെ കറണ്ട് കയറ്റി വിട്ടേ പറ്റൂ. അപ്പോൾ നോക്കൂ, ഞാൻ കറണ്ട് കയറ്റി വിട്ട സമയത്ത് ഇപ്പം ആദ്യം സ്വിച്ച് ഓഫ് ആയിരുന്നു, ഇപ്പം കറണ്ട് കയറ്റി വിട്ടു. കറണ്ട് കയറ്റി വിട്ടപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിലിരിപ്പം എന്താണ്, മാക്സിമം കറണ്ട് കയറ്റി വിടുക എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ കറണ്ട് കയറ്റി വിട്ടപ്പോഴത്തേക്ക് അവ അവിടെ കിടന്ന് എന്തുണ്ടാക്കുന്നു, ബാക്ക് EMF ഉണ്ടാക്കുന്നു. ഇതൊരുമാതിരി ചോറി പരിപാടിയാണ്. അപ്പോൾ നോക്ക്, ഇപ്പം എന്താണ് ബാക്ക് EMF ഉണ്ടാക്കിയതുണ്ടോ? നമുക്ക് അങ്ങനെ വിടാൻ പാടില്ല. എനിക്കാണെങ്കിൽ മാക്സിമം കറണ്ട് അവനിലൂടെ കയറ്റി വിടണം. കയറ്റി വിടണമെങ്കിൽ ഐ മസ്റ്റ് ഡു സം വർക്ക്. ഞാൻ എന്ത് ചെയ്യണം, വർക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ ഈ ബാക്ക് EMFന് അഗൻസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, വർക്ക് ചെയ്യണം. അപ്പോൾ ബാക്ക് EMFന് അഗൻസ്റ്റ് ആയിട്ട് ഞാൻ എന്ത് ചെയ്യണം, വർക്ക് ചെയ്യണം ആണല്ലോ. അപ്പോൾ ഇവിടുത്തെ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് എങ്ങനെ കണ്ടുപിടിക്കും? വർക്ക് എങ്ങനെ കണ്ടുപിടിക്കും? വർക്ക് എന്ന് പറഞ്ഞാൽ കറണ്ട് ഇൻറ്റു വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് എന്ന് പറഞ്ഞാൽ പവർ അല്ലേ. പവർ അങ്ങനെ കാണും, കുറെ നാളുകൊണ്ട് പഠിക്കുകയാണ്. പവർ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഇൻറ്റു കറണ്ട് എന്നാണ്. വോൾട്ടേജ് ഇൻറ്റു കറണ്ട് എന്നാണ്. അപ്പോൾ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് dW/dt എന്ന് എഴുതാം. ഇനി ഈ പൊട്ടൻഷ്യൽ വോൾട്ടേജ് എന്ന് എഴുതിയ സ്ഥലത്തെ ഇൻഡ്യൂസ്ഡ് EMFന്റെ മാഗ്നിറ്റ്യൂഡ് ഞാൻ അങ്ങ് എഴുതിക്കോട്ടെ, പ്രശ്നമൊന്നുമില്ലല്ലോ. കറണ്ട് എന്നുള്ളത് കറണ്ട് തന്നെ എഴുതാം, ഇതുവരെ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇനി ബാക്കി ഞാൻ എഴുതാൻ പോവാണ്. ഈ ഇക്വേഷനിലെ ഈയുടെ വാല്യൂ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. പറഞ്ഞോ, ഇൻഡ്യൂസ്ഡ് EMF പറയൂ. വാട്ട് ഈസ് ആൻസർ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF? പറ. ഇൻഡ്യൂസ്ഡ് EMFന്റെ ആൻസർ എന്താണ്? മൈനസ് d∅dt എന്നാണ്. മൈനസ് d∅dt എന്നാണ്. n ടേൺസ് ഉണ്ടെങ്കിൽ ഫൈ ഉള്ള സ്ഥലത്ത് നമ്മൾ n∅ എന്ന് എഴുതും അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് ഇൻഡ്യൂസ്ഡ് EMF. അപ്പം മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡ്യൂസ്ഡ് EMF എന്നാണെങ്കിലോ പറ, ഇത് മൈനസ് ഇല്ലാതെ എഴുതും. അപ്പം d/dt ഓഫ് പറ n∅ എന്ന് എഴുതും. ശരിയാണോ? ഞാൻ നിങ്ങളെ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച സംഭവം ഓർമ്മയുണ്ടോ? നിങ്ങൾക്ക് അറിയാം, ഫ്ലക്സ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു കറണ്ട് ആണ് അല്ലേ. ഫ്ലക്സ് പ്രൊപ്പോർഷണൽ ടു കറണ്ട് ആണ്. n ടേൺസ് ഉണ്ടെങ്കിൽ ഫ്ലക്സ് n∅ ആണ്, പ്രൊപ്പോർഷണൽ ടു കറണ്ട് ആണ്. ഓർമ്മയുണ്ടോ? അപ്പോൾ n∅ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് L × I എന്ന് എഴുതി. ഓർമ്മയുണ്ടോ? അപ്പോൾ n∅ പകരം നമുക്ക് വേണമെങ്കിൽ എന്തെഴുതാം, Li എന്ന് എഴുതാം. അപ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം? പറ. ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഈക്വൽ ടു പറഞ്ഞോ d/dt അതുപോലെ എഴുതി, d/dt അതുപോലെ എഴുതി. പറ n∅ പകരം Li എന്ന് എഴുതാം, Li. ഓക്കെ, അപ്പോൾ ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഈക്വൽ ടു പറയൂ, L എടുത്ത് പുറത്ത് വെച്ചു, ബാക്കി d/dt I എന്ന് എഴുതാം. ഇതുവരെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇപ്പം നിങ്ങൾക്ക് എന്തിൻ്റെ ആൻസർ കിട്ടി? ഇൻഡ്യൂസ്ഡ് EMFന്റെ ആൻസർ കിട്ടി. നമ്മുടെ ഈ ആൻസറിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പറഞ്ഞു. അപ്പോൾ dW/dt ആൻസർ എന്ത് വരുന്നത് പെട്ടെന്ന് പറയൂ. dW/dt ഈസ് ഈക്വൽ ടു ഇതിന് പകരം LdI/dt. LdI/dt. അടുത്ത് I തന്നെ. ഇനി അപ്പുറം ഇപ്പുറം dt കട്ട് ചെയ്തു, ബാക്കി dW ഈസ് ഈക്വൽ ടു LI/dI എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ dWന്റെ ആൻസർ കിട്ടി. dW എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്ക്, കുഞ്ഞു വർക്ക് അല്ലേ. അപ്പോൾ ഈ കോയിലിൽ കൂടെ കറണ്ട് കയറ്റി വിടണമെങ്കിൽ ഞാനൊരു കുഞ്ഞു വർക്ക് ചെയ്യണം. ആ വർക്കിൻ്റെ ആൻസറാണ് കിട്ടിയത്. ആദ്യം കറണ്ടൊന്നും ഞാൻ വിട്ടില്ലായിരുന്നല്ലോ. ആദ്യം ഞാൻ വിട്ട കറണ്ട് 0 ആണ്. എനിക്ക് മാക്സിമം കറണ്ടായ അതിൽ കൂടെ കയറ്റി വിടണമെന്നാണ് എൻ്റെ ആഗ്രഹമെങ്കിൽ ഞാൻ വലിയ വർക്ക് ചെയ്യേണ്ടി വരും. ആ വർക്ക് എങ്ങനെ കണ്ടുപിടിക്കും? ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ പോരെ. LI/DI
ഇനി ലിമിറ്റ് എത്ര കൊടുക്കും? 0 to I എന്ന് കൊടുക്കും. അപ്പോൾ വർക്ക് ഈസ് ഈക്വൽ ടു L. സെൽഫ് ഇൻഡക്റ്റൻസ് അല്ലേ, അതിനെ എടുത്ത് പുറത്ത് വയ്ക്കുക. എടുത്തു വെച്ചു. ബാക്കി ഇന്റഗ്രൽ 0 to I പറഞ്ഞോ, 0 to I di എന്നാണ്. പേടിച്ചില്ല, ഇ ഡി കണ്ടില്ലേ. ഇനി അടുത്ത് നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ ആണ്, ഞാൻ ഇവിടെ എഴുതാം. ഇന്റഗ്രൽ x റൈസ് ടു n dx എന്താണ് മക്കളെ? x റൈസ് ടു n പ്ലസ് 1 ബൈ n പ്ലസ് 1 എന്നല്ലേ ഞാൻ പഠിപ്പിച്ചേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ I റൈസ് ടു 1 ആണ്. അപ്പൊ എങ്ങനെ ആൻസർ വരുമെന്ന് പെട്ടെന്ന് പറയും. വർക്ക് ഈസ് ഈക്വൽ ടു പറഞ്ഞോ, വർക്ക് ഈസ് ഈക്വൽ ടു L. അതുപോലെ എഴുതി ഇന്റഗ്രൽ x റൈസ് ടു n dx ആണെങ്കിൽ x റൈസ് ടു n പ്ലസ് 1 ബൈ n പ്ലസ് 1. അതുപോലെ ഇതിനെ എങ്ങനെ എഴുതും? L അതുപോലെ എഴുതി I റൈസ് ടു 1 di എന്നാണ്. അപ്പൊ ആൻസർ എന്ത് വരും? I റൈസ് ടു 1 പ്ലസ് 1 ബൈ 1 പ്ലസ് 1. അതിന് സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടു, ലിമിറ്റ് സൈഡിൽ കൊടുക്കുക 0 to I. പേടിച്ചില്ല. അപ്പൊ വർക്ക് ഈസ് ഈക്വൽ ടു പെട്ടെന്ന് പറ L അതുപോലെ എഴുതി I സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 എന്നായില്ലേ. ഇനി 0 to I. അടുത്ത് ഈ 2 എടുത്ത് വെളിയിൽ വെച്ചു. ബാക്കി വർക്ക് ഈസ് ഈക്വൽ ടു L ബൈ 2 എഴുതി. ബാക്കി I സ്ക്വയർ എഴുതി. ബാക്കി 0 to I. ഇനി ഈ ഐക്ക് പകരം അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുക. അപ്പൊ എന്തായി? വർക്ക് ഈസ് ഈക്വൽ ടു L ബൈ 2 അതുപോലെ എഴുതി. ബാക്കി I സ്ക്വയർ മൈനസ് 0 സ്ക്വയർ എന്നാണ്. അപ്പോൾ വർക്ക് ഈസ് ഈക്വൽ ടു L ബൈ 2 അതുപോലെ എഴുതി, I സ്ക്വയർ എന്നെഴുതി. ഇതാണ് ഈ കോയിലിൽ കൂടെ മാക്സിമം കറണ്ട് കയറ്റി വിടണമെങ്കിൽ ഞാൻ ചെയ്യേണ്ട വർക്ക്. ഈ വർക്ക് അതിന്റെ ആ കോയിലിലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യും. സോ വാട്ട് ഈസ് എ പൊട്ടൻഷ്യൽ എനർജി? സോ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു ഇത് ഹാഫ് Li സ്ക്വയർ അല്ലേ, ഹാഫ് Li സ്ക്വയർ. അപ്പൊ നമ്മുടെ ആൻസർ കിട്ടിക്കഴിഞ്ഞു. ദിസ് ഈസ് എ എനർജി സ്റ്റോർഡ് ഇൻ ഇൻഡക്ടർ. എനർജി സ്റ്റോർഡ് ഇൻ ഇൻഡക്ടറിന്റെ ആൻസർ കിട്ടി. എന്താണ് ഇക്വേഷൻ? ഹാഫ് Li സ്ക്വയർ. കണ്ടല്ലോ, അവിടെ നമ്മൾ ചെയ്ത വർക്ക് അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡിന്റെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. എന്തായിട്ടാണ് സ്റ്റോർ ചെയ്യുക? പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ വാട്ട് ഈസ് ആൻസർ ഓഫ് എനർജി സ്റ്റോർഡ്? ഹാഫ് Li സ്ക്വയർ. ചാപ്റ്റർ 2 എന്താണ് നമ്മൾ പഠിച്ചത്? ചാപ്റ്റർ 2 പഠിച്ചത് എന്താണ്? ഹാഫ് CV സ്ക്വയർ. അപ്പൊ അതിന് സിമിലർ ആണ് ഹാഫ് Li സ്ക്വയർ. ഇത് വലിയ ഭീകരത എന്നുള്ള ഡെറിവേഷൻ അല്ലല്ലോ. അപ്പൊ ഞാൻ ഫാസ്റ്റ് ആയിട്ട് ഞാൻ ഒന്നും കൂടെ പറയാണ്, ശ്രദ്ധിച്ച് ഇരിക്കണം. പറയും. സി വാട്ട് ഈസ് അവർ ക്വസ്റ്റ്യൻ? obtain expression for energy stored in an inductor. അപ്പോൾ ആദ്യ സ്റ്റോറികളെല്ലാം പറയണം. കൺസിഡർ ആൻ ഇൻഡക്ടർ. ഓക്കെ, കൺസിഡർ ആൻ ഇൻഡക്ടർ. ഓക്കെ, then of inductance, self inductance L. Then see, when current is passed through it, a magnetic field is developed around it. Okay, no doubt. So magnetic flux linked with it changes from 0 to maximum. So a back EMF is developed in it. This back EMF opposes the growth of current in the coil. Am I right? So to send a maximum current through the coil, work has to be done. Okay, then a rate of doing work. So rate of doing work. dW by dt is equal to, how will you, rate of doing work is what? Power. How can you calculate power? Power is equal to current into voltage. So voltage into current. No problem. So dW by dt is equal to, instead of voltage I write induced EMF, magnitude of induced EMF, no doubt. Then current. Then we are getting our first equation. Okay, then you know the equation to calculate induced EMF. What is induced EMF? Minus d phi by dt. Am I right? Here there are n turns, so instead of phi you write n phi. So magnitude of induced EMF will be what? D by dt n phi. Is it clear? Then last day we studied flux proportional to current. Am I right? Flux proportional to current. ഇതൊന്നും എഴുതി വെക്കണ്ട. So flux എന്ന് പറഞ്ഞാൽ ഇവിടെ n phi ആണ്, proportional to the current. Then n phi is equal to പറയൂ Li എന്നാണ്. Okay, so instead of n phi you can write Li. So what is the answer of induced EMF? പറയൂ induced EMF is equal to, പറയൂ induced EMF equal to d by dt n phi ക്ക് പകരം Li. Then induced EMF is equal to L പുറത്തെടുത്തു, ബാക്കി d by dt I. ഇതുവരെ മനസ്സിലായോ? Then put this value in this equation. ഈ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. പറയൂ dW by dt is equal to, പറ മക്കളെ, dW by dt is equal to, പറയൂ what is the magnitude of induced EMF? L di by dt. So L di by dt. അടുത്ത then I. No problem. Then
dt cancelled. I am getting dw. dw is equal to L I di. This is answer of small work. Then what is the work to be done to increase the current from 0 to maximum? So initially I am not sending any current. The current passed is 0. So I want to send a maximum current I in the coil. So to send a maximum current, work has to be done. How can you calculate the work? Work is equal to, see, this is a small work. Okay, to send a small current. What is the work required in sending large current? Work is equal to integral Li di. No problem. Here, what are the limits? 0 to I. Then work is equal to L is a constant taken out. Then integral 0 to I di. Okay. Then you know integral x raised to n dx is what? X raised to n plus 1 by n plus 1. Am I right? Here I raised to integral I raised to 1 di. So work is equal to say L. Then what is answer of this? I raised to 1 plus 1 by 1 plus 1. Okay. Then square bracket, limit at the side 0 to I. Doubt on the. Then what is answer of work? Work is equal to L I square by 2. So I square divided by 2. Then limit 0 to I. Then for convenience 2 is also kept out. So work is equal to L by 2 into I square. Then 0 to I. Then instead of I you write upper limit then lower limit. Say work is equal to L by 2 into say I square minus 0 square. No problem. So work is equal to L by 2 into I square. This is a work required in sending maximum current through the coil. Am I right? This work is stored as stored in the magnetic field as potential energy. So this work is replaced as potential energy. So potential energy is equal to what? Half Li square. Okay. So this is answer of potential energy stored in inductor. So what is the potential energy stored in inductor? Half Li square. ഇപ്പോൾ നേരത്തെക്കാൾ മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടെ പറയുമ്പോഴത്തേക്ക് ഒക്കെ ആവൂലേ? So I am starting from the beginning. So listen properly. You consider an insulated coil of self-inductance L. When a current is passed through it, a magnetic field is developed in it. Am I right? No doubt. Then a back EMF will be developed in the coil. No problem. This back EMF opposes the growth of current in the coil. To send the maximum current in the coil, work is required. Then what is the first step? A rate of work. A rate of work. dW by dt. Rate of work is what? Power. So we know what is the equation to calculate power. Power is equal to voltage into current. Then dW by dt is equal to, instead of voltage you write magnitude of induced EMF into current. Okay. Then you know, so this is equation number 1. Keep it as such. What is the next one? You know the equation for induced EMF. Induced EMF is equal to minus d phi by dt. Am I right? Here your coil has n turns. So instead of phi you write n phi. Then what is the magnitude of induced EMF? You avoid a negative sign. So d by dt n phi. No problem. Then last day we studied flux is proportional to current. Am I right? Flux proportional to current. Then what is the flux here? N phi proportional to the current. So n phi is equal to a constant L into I. So instead of n phi you can write Li. So induced EMF, magnitude of induced EMF equal to d by dt. Say instead of n phi you write Li. Okay. Then shall I write the remaining section here? So magnitude of induced EMF is equal to what taken out? L taken out. So L taken out. Then d by dt, say d by dt I. Okay. Then so I have the value of induced EMF. Then I am putting in 1. So put in equation number 1. So listen. So dW by dt is equal to, say what is the answer of E? L di by dt. Then I. No problem. Then what is the next one? dt cancelled. I am getting dW is equal to L I di. This is the answer of work. A small work required. So this is a work required in increasing the current by a small amount.
See, initially no current, so the current is 0. I want to send maximum current I in the coil. So to send a maximum current through the coil, work required is equal to integral this, integral Li di. Okay, what are the limits? 0 to I. Then work is equal to L taken out, integral 0 to I di. No problem. I di can be written as I raised to 1 di. So integral x raised to n dx is what? X raised to n plus 1 by n plus 1. In a similar way, you can write this one. So what is the answer of work? Say work is equal to, say, L paranjo integral I raised to 1 di ennu ezhudam, I raised to 1 plus 1 by 1 plus 1. Okay, no problem. Keep this answer in square bracket. Then 0 to I at the side, 0 to I. Then work is equal to L, then I square divided by 2, then 0 to I. For convenience, you keep this 2 also out. So work is equal to L by 2 into, say, I square alone, then 0 to I. Then instead of I, you write upper limit, then minus lower limit. So work is equal to L by 2 into, say, I square minus 0 square. No problem. So work is equal to half L I square. This is a work required in sending maximum current in your coil. This work is stored as potential energy in the magnetic field. Am I right? So what is the potential energy? Half Li square. So this is energy stored in inductor. So what is energy stored in inductor? Energy stored in inductor is half Li square. This energy is stored where? In the magnetic field in the form of potential energy. Is it clear? So work done by you is stored as potential energy where? In the magnetic field surrounding the coil. ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? നല്ലൊരു ഡെറിവേഷൻ ആണ്. You will get 3 marks. Okay.